കർത്താവിനോട് നമ്മൾ വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, നീ എന്നാണെന്ന് വരിക, എന്നെ അങ്ങ് ചേർക്കുവാൻ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട 3 മാസം കഴിഞ്ഞപ്പോൾ സീനായി മരുഭൂമിയിലെത്തി. ദൈവം എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് നോക്കി മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ അവരുടെ അടുക്കൽ ഇറങ്ങി വരുന്നതിന് യഹോവ ചില വ്യവസ്ഥകൾ അവരോട് പറഞ്ഞു. അവ ഇങ്ങനെയായിരുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനത്തിനും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. യഹോവ 1-2 ദിവസങ്ങളിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ ആവശ്യപ്പെടുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. പാളയത്തിൽ ശുദ്ധീകരണം വേണം, ശരീരത്തിൽ ശുദ്ധീകരണം വേണം. ശരീരത്തിന്റെ വിളക്കായ കണ്ണ് ശുദ്ധീകരിക്കപ്പെടണം, അതിനെ കടിഞ്ഞാണിടണം. വാക്കുകൾക്ക് കടിഞ്ഞാണിടണം, സർവ ഇന്ദ്രിയങ്ങളെയും കടിഞ്ഞാണിടണം. വസ്ത്രമലക്കി വെടിപ്പാക്കണം, ജഡവും മനസ്സും ശുദ്ധീകരിക്കണം. യഹോവ പറഞ്ഞു, 3-ാം ദിവസം ഒരുങ്ങിയിരിക്കണം. ജഡവും മനസ്സും ശുദ്ധീകരിച്ച് ആത്മാവിനാൽ ഒരുങ്ങിയിരുന്നാൽ യഹോവ ഇറങ്ങി വരും. മോശ പറഞ്ഞതുപോലെ ജനം ചെയ്തു. യഹോവ മഹാഗംഭീരമായ കാഹളധ്വനിയോടെ ഇറങ്ങി വന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-19 വചനങ്ങൾ. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം നിശ്ചയമായും ഇറങ്ങി വരും. ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി ദൈവത്തിനായി കാത്തിരിക്കുക. 4-ാമത്തെ യാമത്തിലായിരിക്കാം അവൻ കടന്നു വരിക. 3 യാമങ്ങളിൽ പ്രാർത്ഥന കഴിച്ച് 4-ാം യാമത്തിൽ ക്ഷീണിച്ച് മയങ്ങിയിടല്ലേ. 4-ാം യാമം കഴിയുന്നതിന് മുൻപ് കടലിൽ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തിയവൻ നിശ്ചയമായും നമ്മുടെ അടുക്കലും വരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ആമേൻ, നമ്മുടെ കർത്താവ് പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നാം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ അടുക്കലും വരുവാനിടയായിത്തീരും. ദൈവത്തെ മുഖാമുഖമായി കാണുന്ന നാഴിക അടുത്തു വരുന്നുവെന്നതിനാൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നീ എപ്പോൾ വരും കർത്താവേ? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. യേശു അവരോട് അവസാന കാലത്തെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തല പൊക്കുവീനെന്ന് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഭൂലോകത്തിന് എന്ത് സംഭവിക്കും എന്നൊരാദി സകല മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ട്. ലോകത്തിലെ ലക്ഷണങ്ങളെല്ലാം കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് വിളിച്ച് ഓതുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാമത് വചനം. നമ്മുടെ കാന്തൻ വരാറായിരിക്കുന്നു. ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ആത്മാവിൽ ഒരുങ്ങി പ്രിയന്റെ വരവും നോക്കി ഒരുങ്ങിയിരിക്കാം. നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ പാടിയും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയും നമ്മുടെ വിശ്വാസ കണ്ണ് കർത്താവിലേക്ക് നോക്കിക്കൊണ്ടും നമുക്ക് നമ്മുടെ ആയുസ് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com